എല്ലാവർക്കും ഇൻസ്പയർ സോഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് കൈയക്ഷരം നന്നാക്കുന്നത് വഴിയായിട്ട് നമ്മുടെ വ്യക്തിത്വം നന്നാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് കൈയക്ഷരം ഒബ്സർവ് ചെയ്തിട്ട് ഒരാളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ആ കൈയക്ഷരം മാറ്റിക്കൊണ്ട് ഒരാളുടെ വ്യക്തിത്വത്തെ മാറ്റം വരുത്താനായിട്ട് സാധിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ടീച്ചർമാര് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അവന്റെ കൈയക്ഷരം കണ്ടാൽ അറിയാം, അല്ലെങ്കിൽ അവളുടെ കൈയക്ഷരം കണ്ടാൽ അറിയാം അവന്റെ ഒരു സ്വഭാവം എന്താണ് എന്നുള്ളതൊക്കെ. അപ്പൊ നമ്മൾ പലപ്പോഴും അതിന്റെ ഒരു ഡേറ്റാസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ നല്ലൊരു വ്യക്തിത്വം എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഗാന്ധിജിയുടെ ഒരു വ്യക്തിത്വത്തെ തന്നെ എടുക്കാം. അപ്പൊ ഗാന്ധിജിയുടെ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ നല്ലൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ലോകം മുഴുവൻ പ്രകാശം പരത്തിയ ഒരു വ്യക്തിത്വമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കുവാണെങ്കിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് നല്ലൊരു ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് അല്ല എന്നുള്ളതാണ്. അപ്പോ എന്താണ് ഈ ഹാൻഡ് റൈറ്റിങ്ങും അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വവും തമ്മിലുള്ള ഒരു സവിശേഷത അല്ലെങ്കിൽ ഒരു ബന്ധം എന്ന് പറയുന്നത്? അപ്പൊ ഇല്ലെങ്കിൽ ഈ ഹാൻഡ് റൈറ്റിംഗ് മാറ്റുന്നത് വഴി അല്ലെങ്കിൽ ഈ ഒരു കൈയക്ഷരം മാറ്റുന്ന വഴി എനിക്ക് എന്റെ സ്വഭാവം മാറ്റാനായിട്ട് സാധിക്കുമോ? അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കതിനെ പറയാവുന്നത് കലിഗ്രഫി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഈ കലിഗ്രഫി എന്ന് പറയുന്നത് ഒരു റൈറ്റിംഗ് പാറ്റേൺ, അല്ലെങ്കിൽ നമ്മളത് ഡെവലപ്പ് ചെയ്യുന്ന ഇപ്പൊ 4 ലൈനിലൊക്കെ എഴുതി നമ്മളത് ഡെവലപ്പ് ചെയ്യുന്നു, നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആർട്ടാണ്. അപ്പൊ അതുവഴി ഇപ്പൊ ഗാന്ധിജി തന്നെ പറയുന്നുണ്ട്, കുട്ടികളെ കൈയക്ഷരം പഠിപ്പിക്കുന്നതിന് മുന്നേ അവരെ പടം വരയ്ക്കാനായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളത്. അവരുടെ കൈ കുറച്ചും കൂടെ വഴങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു കൈ വഴങ്ങുന്ന ഒരു പ്രക്രിയയാണ് ഈ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ കൈ വഴങ്ങി നല്ല രീതിയിൽ നമ്മൾ എഴുതി, ഓരോ കൂട്ടക്ഷരമായാലും അല്ലെങ്കിൽ ഉരുട്ടി എഴുതുക എന്നൊക്കെ നമ്മൾ പണ്ട് ടീച്ചർമാരൊക്കെ പറയുന്ന പോലെ ഉരുട്ടി എഴുതി നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്ക് ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു സ്കില്ലാണ് യഥാർത്ഥത്തിൽ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹാൻഡ് റൈറ്റിംഗിന് എന്താണ് അല്ലെങ്കിൽ കൈയക്ഷരത്തിന് എന്താണ് നമ്മുടെ വ്യക്തിത്വമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്? അപ്പൊ നമ്മൾ അപ്പാരന്റലി നോക്കുകയാണെങ്കിൽ വലിയ ഒരു ബന്ധം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, അല്ലെ? ഒരാളുടെ കൈയക്ഷരം നോക്കിയിട്ട് അയാളെ എന്താ പൂർണ്ണമായിട്ടുള്ള വ്യക്തിത്വം മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമാണ്. അപ്പൊ കൈയക്ഷരം എന്ന് പറയുന്നത് ഇപ്പൊ കാലിഗ്രഫി പ്രാക്ടീസ് ചെയ്താൽ ഇപ്പൊ എന്റെ കൈയക്ഷരം ചീത്തയാണ്, അപ്പൊ ഞാൻ ചീത്തയാണെങ്കിൽ ഓക്കെ പണ്ട് എന്റെ കൈയക്ഷരവും മോശമായിരുന്നു, ഇപ്പൊ ഞാനത് മറ്റേ 4 ലൈൻ കോപ്പിയൊക്കെ എഴുതി അല്ലെങ്കിൽ 4 ലൈൻ കോപ്പിയൊക്കെ എഴുതി കുറച്ചൊക്കെ എന്റെ ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ ഒരു നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്, ആരും കണ്ടാൽ പെട്ടെന്ന് കുറ്റം പറയാത്തൊരു ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ എനിക്ക് കിട്ടി. അപ്പൊ ഈ എക്സാമ്പിളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരാൾ പ്രാക്ടീസ് ചെയ്ത് അയാൾക്ക് കിട്ടുന്ന ഒരു സ്കില്ലാണ് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഹാൻഡ് റൈറ്റിംഗ് പിന്നെ ഇമ്പ്രൂവ് ആയി അത് നന്നായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഹാൻഡ് റൈറ്റിംഗിൽ നോക്കി ഒരാളുടെ ഇത് പറയാനായിട്ട് സാധിക്കും? അപ്പൊ ചിലപ്പോൾ പറയുമായിരിക്കും ഒരു അക്ഷരം ഇങ്ങോട്ട് ചെരിഞ്ഞിരിക്കുന്ന ഒരു അക്ഷരത്തിന്റെ പുള്ളി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എക്സ്ട്രോവേർട്ട് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് പോകുന്നതുകൊണ്ട് നിങ്ങൾ ഇൻട്രോവേർട്ട് ആണ് എന്നൊക്കെ. അപ്പൊ ഇതിൽ നമുക്ക് അറിയാം സൈക്കോളജിയിൽ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്ന ടെക്നിക്സ് ഉണ്ട്. അത് മെയിൻ ആയിട്ട് ഫ്രോയിഡിന്റെ തിയറി അനുസരിച്ച് അൺകോൺഷ്യസ് കോൺഫ്ലിക്റ്റുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ഇതിനെ പറയുന്നത്. അപ്പൊ ഈ അൺകോൺഷ്യസ്ലി ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ സ്വപ്നങ്ങളിലൂടെയും നമ്മൾ പറയുന്ന വാക്കുകളിലൂടെയും ഒക്കെ കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. ഈ ഹാൻഡ് റൈറ്റിംഗ് വെച്ചുകൊണ്ട് ആ ഹാൻഡ് റൈറ്റിംഗ് അങ്ങോട്ട് തിരിയുന്ന വെച്ചാൽ കുറച്ചൊക്കെ നമുക്ക് ചിലപ്പോൾ പറയാൻ സാധിക്കുമെങ്കിലും ഹാൻഡ് റൈറ്റിംഗ് അങ്ങോട്ട് ഉള്ളിലേക്ക് തിരിയുന്നത് കൊണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ എക്സ്പ്ലനേഷൻസ് കൊടുക്കാൻ സാധിക്കുമെങ്കിലും അതിൽ കുറെയൊക്കെ ഒരു എന്താ പറയാ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അത് പൂർണ്ണമായിട്ടും നമുക്കത് എഗ്രി ചെയ്യാനായിട്ട് പറ്റുമോ പറ്റില്ല എന്ന് നമുക്ക് പറയില്ല. ചില കാര്യങ്ങളൊക്കെ റൈറ്റ് ആയിരിക്കും, ചില കാര്യങ്ങൾ ചിലപ്പോൾ റൈറ്റ് ആയിരിക്കും, പക്ഷെ അതിൽ പൂർണ്ണമായിട്ട് നമുക്കൊരാളുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് പറയാം. കാരണം ഇന്ന് മുന്നോട്ട് ചെരിഞ്ഞിരിക്കുന്ന എഴുതുന്ന ആള് നാളെ വേണമെങ്കിൽ അദ്ദേഹത്തിന് പ്രാക്ടീസ് ചെയ്ത് നേരെയാക്കാം. അദ്ദേഹത്തിന്റെ പുള്ളി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അക്ഷരത്തിന്റെ വാല് അദ്ദേഹത്തിന് വേണമെങ്കിൽ നേരെയാക്കാനായിട്ട് സാധിക്കും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇറ്റ് ഡിമാൻഡ്സ് പ്രാക്ടീസ്.
അപ്പൊ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസ് വഴിയായിട്ടാണ് അത് നേരെയാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ വ്യക്തിത്വത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും അതും ഒരു പ്രാക്ടീസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹാൻഡ് റൈറ്റിംഗ് മാത്രമല്ല, ഇപ്പൊ നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ ഡെയിലി ക്രിക്കറ്റ് കളിക്കും. ഇപ്പൊ കുട്ടികൾ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് അവർ ക്രിക്കറ്റ് കളിച്ച് സ്വയം അത് ലേൺ ചെയ്യുന്നു. അല്ലെങ്കിൽ സൈക്കിൾ ഔട്ട് കുട്ടികൾ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് അവർ സൈക്കിള് ചവിട്ടി പഠിച്ച് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് സൈക്കിൾ ചവിട്ടി അവർ അത് ലേൺ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് പലപ്പോഴും ഇൻട്രസ്റ്റ് വരാത്തൊരു ഏരിയ ആണ് പഠനം, ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് പ്രത്യേക ഇൻട്രസ്റ്റ് കൊടുത്ത് അതിനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരാന്നുള്ളതാണ്. അങ്ങനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിൽ സ്കിൽഡ് ആവുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മുടെ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു സിംഗിൾ കാരണം കൊണ്ട് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അതിൽ ചിലപ്പോൾ ജനറ്റിക്സ് ഉണ്ടായിരിക്കും. ആ ജനറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ജീൻസിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും, നമ്മുടെ ഒരു പാരമ്പര്യം. അതുപോലെ വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ട്രഡീഷൻ, കൾച്ചർ, ലാംഗ്വേജ്, നമ്മൾ ഇരിക്കുന്ന സ്ഥലം, സൊസൈറ്റി, അതൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ, പല പോസിറ്റീവ് ഉണ്ടായിരിക്കാം, നെഗറ്റീവ് ഉണ്ടായിരിക്കാം, അങ്ങനെ പലതരത്തിലുള്ള എക്സ്പീരിയൻസ്. അപ്പൊ ഇതെല്ലാം കൂടി ഉൾച്ചേർന്ന് കിടക്കുന്ന ഒരു എന്താ പറയുക ഒരു സമസ്യനെ നമുക്ക് വേണമെങ്കിൽ വ്യക്തിത്വം എന്ന് പറയാം. അപ്പൊ ഈ വ്യക്തിത്വത്തിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഡെയിലി നമ്മുടെ മെമ്മറി ഉപയോഗിച്ച്, ഇപ്പൊ നമ്മളൊരു പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം പഠിക്കുമ്പോൾ നമ്മുടെ മെമ്മറി, നമ്മുടെ എല്ലാ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഫാക്കൽറ്റീസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതെല്ലാം പഠിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വം മനസ്സിലാക്കാനായിട്ട് നമ്മുടെ മെമ്മറി പോലുള്ള കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിനെ നമ്മൾ പൂർണ്ണമായിട്ടും അറ്റൻഷൻ കൊടുത്ത് അതിലേക്ക് ഇറങ്ങി ചെല്ലുക, ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ ഉള്ളിലേക്ക് നോക്കുന്ന ആ ഒരു പ്രക്രിയ നമ്മൾ നടത്തുകയാണെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിലേക്ക് തന്നെ നമുക്ക് ആക്സസ് കിട്ടുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. ഇത് പ്രത്യേക തരത്തിലുള്ള ഒരു മാറ്റമായിട്ടോ ഒന്നൊന്നും വീക്ഷിക്കാതെ ഒരു ഡെയിലി നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ തന്നെ ഡെയിലി ചെയ്യുന്ന ചില സൈക്കോളജിക്കൽ ഗെയിംസിന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നിനെയും നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. ജഡ്ജ് ചെയ്യാതെ തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഹ്യൂമൻ മൈൻഡ് ഈസ് ലൈക്ക് ദാറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് certain experiences and certain traditions or certain culture or certain surroundings. We can say it as surroundingsന്റെ ഒക്കെ റിസൾട്ട് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതിനെ ഡെയിലി നമ്മൾ വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് വഴി നമ്മുടെ വ്യക്തിത്വത്തെ കുറിച്ച് പുതിയ പുതിയ ഇൻസൈറ്റുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയും നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരു പടി മുന്നോട്ട് എത്താനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർ പറയുന്ന ഹാൻഡ് റൈറ്റിംഗ് നോക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ, ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മുടെ വ്യക്തിത്വത്തിന് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ വ്യക്തിത്വത്തെ പ്രാക്ടീസ് ചെയ്ത് നമുക്കും ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കാം. നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ ഡിവോട്ട് ചെയ്യുന്ന സമയം കൂടെ നമ്മുടെ വ്യക്തിത്വത്തെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഡിവോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡെയിലി നമ്മളെ തന്നെ വാച്ച് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ആക്ഷൻസിനെ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ ആക്ഷൻസ് എന്താണെന്ന് വാച്ച് ചെയ്യുന്നതിൽ ക്യൂരിയസ് ആയിരിക്കുന്ന പോലെ നമ്മുടെ മൈൻഡിന്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മളെ തന്നെ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇംപ്രൂവ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാവാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ വ്യക്തിത്വം നമ്മൾ കുറച്ചുകൂടി ഇംപ്രൂവ് ആക്കി അത് മറ്റുള്ളവർക്കും കൂടെ ഒരു മോട്ടിവേഷൻ, ഇപ്പൊ അബ്ദുൽ കലാമിനെ പോലെയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളെ പോലെയോ ഒക്കെ അവരെ പോലെ വലിയ ആളുകളായാലും നമ്മുടെ ചെറിയ സറൗണ്ടിങ് നമുക്കൊരു തിരുനാളമായിട്ട് മാറുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ദ ഗ്രേറ്റ് ബെനിഫിറ്റ് ഫോർ അവർ സൊസൈറ്റി, ഫോർ അവർ ഫാമിലി ആൻഡ് അറ്റ് ദ ലാർജ് വേൾഡ്. താങ്ക് യു.